ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ചെൻ്റെത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. പാംക്രാഫ്റ്റ് തന്നെയാണ് പേര്. അപ്പോൾ എല്ലാവരും പിക്കൊക്കെ ഇടാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് പേര് പിക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശായിട്ട് ഓരോ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാം. ഇന്നും ഞാൻ കുറച്ച് ടെസ്റ്റിമോണിയൽസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഒന്ന് കാണണേ. ഇന്നും ഞാനൊരു ബോട്ടിൽ ആർട്ട് തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് വേസ്റ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഞാൻ അതിനൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒരു 2 കോട്ട് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിൻ്റെ ശേഷം ഒരു സെക്കൻഡ് കോട്ടും കൂടി അടിച്ചിട്ടൊന്ന് റെഡിയാക്കി വെക്കാം. പിന്നെ ഞാൻ ഒരു തണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തുനിന്നൊരു ലീഫ് എടുത്തിട്ടുണ്ട്. ഒരു മുല്ലപ്പൂവിൻ്റെതാണിത്. എന്നിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു തണ്ട് മാത്രം മതി. നമുക്ക് ആ ലീഫൊക്കെ ഒന്ന് മാറ്റിയിട്ട് തണ്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പിയുടെ പുറത്ത് ഫ്ലവർ ടേപ്പ് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടിഷ്യൂ പേപ്പർ റോൾ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനൊരു സ്റ്റമ്മിന് പകരം ഒരു തിന്നായിട്ടുള്ളൊരിത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാനതൊരു ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ബോട്ടിലിൻ്റെ ആ ഒരു പെയിൻറ്റൊക്കെ ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ടൈം എടുക്കുമായിരുന്നു. അങ്ങനെ ശരിക്കും അങ്ങോട്ട് ഒട്ടി കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തത്. അപ്പോൾ ശ്രദ്ധിച്ച് എന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ 2 സ്റ്റിക്ക് ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ബോട്ടിലിൻ്റെ ഒരു വലുപ്പത്തിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് എത്ര സ്റ്റെമ്മാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് സ്റ്റിക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഒട്ടിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ചൊരു ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ തെങ്ങിൻ്റെ ആ ഒരു പൂവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തെങ്ങിൻ്റെ ആ ഒരു പൂവ് നമ്മൾ താഴെ വീണിങ്ങനെ ഉണങ്ങിക്കിടക്കുമല്ലോ. അപ്പോൾ നമുക്ക് മുറ്റൊക്കെ തൂത്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമുള്ളൊരു പൂവിൻ്റെ ഒരു ഷേപ്പിലാണ്. നല്ല ഒരു ഇതാണ്. പെട്ടെന്ന് ചീത്തയായി പോകുമൊന്നുമില്ല. അപ്പോൾ ഞാനത് കുറച്ച് തന്നെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് കുറേശ്ശായിട്ട് ഇങ്ങനെ ആ ഒരു ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുള്ള അവിടെ ഒന്ന് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് എങ്ങനെ ഒട്ടിച്ചാലും കുഴപ്പമില്ല. കാരണം അതിന് നല്ലൊരു ഭംഗിയുള്ള ഒരു ഷേപ്പൊക്കെയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ഫ്ലവർ പോലെ വേണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഒരേ രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്നുമല്ല. ഞാൻ ഇല്ലാതെ തന്നെ കുറേ ഇങ്ങനെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു നമ്മൾ ആ ഒരു ഇലേൻ്റെ ഒരു ഷേപ്പിലാണല്ലോ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു എൻഡിലും അതുപോലെ ആ കുറച്ച് സൈഡിലോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ആ ഒരു ഷേപ്പിൽ വരുന്ന രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി നടുക്കൊക്കെ അങ്ങനെ ജസ്റ്റ് നമുക്ക് ഫില്ല് ചെയ്യാനും അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും. ഇപ്പോൾ ഫെവിക്കോൾ അതുകൊണ്ട് തന്നെ മതി, പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു ടിപ്പിലേക്ക് കണ്ട് നല്ലൊരു പൂ പോലുള്ള ഒരു ഷേപ്പ് വെച്ച് കൊടുത്തു. അപ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എവിടെയൊക്കെയാണോ നമുക്ക് ആ ഒരു ഡിസൈൻ വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ സൈഡിലോട്ടൊക്കെ ആക്കി ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് വരുന്നിടത്ത് കുറച്ചൊന്നൊരു ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരു പൂവ് ഇങ്ങനെ കുത്തനെ ഒന്നിങ്ങനെ വെച്ചെടുത്താൽ നല്ല രസമുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൈഡിലൊക്കെ ഒട്ടിച്ചതിന് ശേഷം മേലെ ഭാഗത്ത് അതുപോലെ നടുക്കൊക്കെ ഇങ്ങനെ പൊങ്ങി മേലോട്ട് ഇങ്ങനെ ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റമ്മിന് കണക്കാക്കി അങ്ങനെയൊന്നുമല്ല, ഒട്ടിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഭംഗി തോന്നുന്ന രീതിയിൽ ഞാൻ കുറേയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാനൊരു സ്റ്റമ്മിനൊരു 2 ഇങ്ങനെ ഷേപ്പിൽ ഫ്ലവർ പോലെ എന്നായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയാക്കി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചെയ്ത് കൊടുത്തതാണ്. ഒട്ടിച്ചു തുടങ്ങിയപ്പോൾ നല്ല രസമുണ്ട്. കാരണം സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ നെല്ലിൻ്റെ ഒരു മണിയൊക്കെ ഉണ്ടാവില്ലേ, നെൽക്കതിരൊക്കെ ഉണങ്ങിയിരിക്കുന്നത്, അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. എനിക്കിങ്ങനെ കണ്ടപ്പോൾ തോന്നുകയാണ്. അപ്പോൾ അതുപോലെ ചകിരി നാരിൻ്റെ ഒരു പൊടിയൊക്കെ ഇതുപോലെ ചെയ്താലും ചിലപ്പോൾ നല്ല രസമുണ്ടാവും. ആ ഒരു കളറും അതുപോലെയൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇവിടെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ബോട്ടിലിൻ്റെ താഴെ അങ്ങനെ ചെറുതായിട്ടൊരു 2 റോ ഇതങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ബോട്ടിൽ മുഴുവനായിട്ടും ഇല്ല, നമ്മൾ ആ ഒരു ഡിസൈൻ തുടങ്ങുന്നത് മുതൽ ആ ഡിസൈൻ്റെ ഒരു എൻഡ് ചെയ്യുന്നത് വരെ ബോട്ടിലൊരു ഹാഫ് ആയിട്ടുള്ളൊരു പോർഷൻ, അതായത് നമ്മൾ കാണുന്ന ഒരു പോർഷനിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ശരിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ 2 റോ ആയിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഈ ചെടിയുടെ താഴെ നമ്മൾ ഇങ്ങനെ പുല്ലൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഒന്നങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇവിടെ ഞാൻ ഓരോ ഫ്ലവേഴ്സ് കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു എൻഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്ലവർ വീതം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മൈലാഞ്ചിൻ്റെ ഡിസൈനൊക്കെ ചെയ്യുമ്പം അതിൻ്റെ ഒരു ടിപ്പിൽ ഇങ്ങനെ 2-3 ഒരു കുത്ത് ഉണ്ടായി കൊടുക്കുമല്ലോ, അതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്താണ്. അപ്പം നമ്മൾ എൻ്റെ ഐഡിയക്ക് അനുസരിച്ച് കുറച്ചൊരു 5-6 ഫ്ലവേഴ്സൊക്കെ ഒന്ന് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഞാൻ അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആക്രിലിക് കളർ പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ലെമൺ യെല്ലോ യൂസ് ചെയ്തിട്ട് ഞാനൊരു 2 ഫ്ലവേഴ്സ് വീതം ഒരേ കളർ അങ്ങനെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കുകയാണ്. അപ്പം പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഞാനൊരു തിന്നായിട്ടുള്ള ബ്രഷാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഈ ബോട്ടിലൊക്കെ ആവുമല്ലോ, ബ്ലാക്ക് പെയിൻ്റ് അല്ലേ, പിന്നെ അത് ഭയങ്കര പെട്ടെന്ന് തന്നെ എടുത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ആദ്യമേ ഈ ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു ടെൻഷനില്ല. അപ്പോൾ നന്നായിട്ടൊരു തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്യാം. അപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ആ ഒരു ബോട്ടിലാവാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാൻ 2 എണ്ണം ഒരു യെല്ലോ കളറ്, പിന്നെ ഒരു 2 ഫ്ലവേഴ്സ് ഒരു പിങ്ക്, അപ്പോൾ അങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കണം. പിന്നെ ഞാനൊരു പേൾ കളർ ഒന്ന് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു, പേൾ ഗ്രീന്. അപ്പം ഞാൻ അത് അടിച്ചിട്ട് എനിക്കൊരു ഭംഗി തോന്നിയില്ല. അങ്ങനെ ഞാൻ പിന്നെ വേറൊരു ഗ്രീനാണ് അടിക്കുന്നത്. ഈ ഒരു കളർ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് വാങ്ങിക്കാറേ ഇല്ലായിരുന്നു, ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്കത് ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമുണ്ട്, നല്ലൊരു അട്രാക്ഷനൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ തന്നെയാണ്. ഒരു നിയോൺ കളർ, ഒരു ഫ്ലൂറസൻ്റ് കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന് ലൈറ്റ് ഗ്രീൻ എന്നാണ് അതിൽ പേര് എഴുതിയിട്ടുള്ളത്. ഈ ഒരു കളർ അടിച്ചപ്പോഴാണ് ബോട്ടിൽ നല്ലൊരു അട്രാക്ഷനൊക്കെ കിട്ടുന്നത്. പിന്നെ ഞാൻ താഴെയുള്ള ഒരു ഗ്രാസ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനൊരു സാപ്പ് ഗ്രീൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി അടിച്ചപ്പോൾ നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. കുറച്ച് പേര് എന്നോട് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അംന വി, പാർവതി പാറു, ശിവാഗ, വൈഗ, 5th പഠിക്കുന്ന ആദിലക്ഷ്മി, പിന്നെ 7th പഠിക്കുന്ന ലീന, ജഹാന ഷെറിൻ, ആമിന, എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ടേ. ഇപ്പം താഴെ ആ ഒരു ഗ്രീൻ കളർ അടിച്ചപ്പോൾ നല്ലൊരു പുല്ലും അതുപോലെ സ്റ്റമ്മും ഫ്ലവേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റമ്മിന് ജസ്റ്റ് ഇങ്ങനെ കുറച്ചൊരു ലീവ്സ് പോലെ ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ലീവ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഡ്രൈ ആയിട്ടുള്ള ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ സാപ്പ് ഗ്രീൻ തന്നെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ സാപ്പ് ഗ്രീൻ ആയപ്പോൾ അത്ര ഒരു അട്രാക്ഷൻ ഇല്ല, കാരണം താഴെയും ആ ഒരു കളർ തന്നെയാണല്ലോ. അപ്പം ഞാൻ ആ ഒരു കളറില്ലേ, ഇപ്പോൾ നമ്മൾ ആ ലൈറ്റ് ഗ്രീനും ആ ഒരു ഗ്രീൻ തന്നെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് ഇങ്ങനെ വരച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഓവറായിപ്പോയ പോലെ തോന്നി. വരച്ചപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ അങ്ങനെ അത് വരച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഭയങ്കര ഒരു അട്രാക്ഷൻ പോലെ തോന്നി. അപ്പോൾ ഞാൻ ഒരു അട്രാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു പെയിൽ യെല്ലോ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഗ്രീനിൻ്റെ ആ ഒരു കടുപ്പൊന്ന് കുറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, ആ ഒരു ഗ്രീനും എല്ലാം കൂടെ ഒക്കെ വന്നിട്ടുള്ള ഒരു ലീവ്സൊക്കെ ആയപ്പോൾ നല്ല രസമുണ്ട് കാണാനും. അപ്പോൾ ഇപ്പം നമ്മളുടെ ആ ഒരു ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ ഒരു ഗ്രാസ് പോലെ വരച്ചിട്ടുള്ള ഒട്ടിച്ചിട്ടില്ല, അതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നെക്കിൻ്റെ സൈഡിലും വേണേൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ കളർ അടിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു ടിപ്പിൽ ഇങ്ങനെ ഒന്ന് മാത്രം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഭംഗി കിട്ടുന്നത് കേട്ടോ. കാരണം ആ ഒരു ബ്ലാക്കിൽ അങ്ങനെ ഒരു ഫ്ലവർ മാത്രം നിൽക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊരു നല്ലൊരു ഭംഗിയുള്ള പോലെയാണ്. പെയിൻ്റ് അടിക്കാതെ എനിക്ക് തോന്നുന്നു നല്ല ഭംഗി ഉണ്ടാവും. നമ്മൾ ആ ഒരു വാർണിഷൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു നാച്ചുറൽ ലുക്കൊക്കെ കിട്ടും. ഞാനപ്പോൾ ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പെയിൻറ്റ് അടിച്ചതാണ്. പിന്നെ ഇതിൽ വാർണിഷ് അടിച്ച് വെച്ചാൽ മതി കേട്ടോ. ഞാനപ്പം സാധാരണ 2-3 ബോട്ടിൽ ഒരുമിച്ചാണ് വാർണിഷ് അടിക്കാറ്. കാരണം അതിൻ്റെ ആ ഒരു വാർണിഷ് അടിക്കുന്ന ആ ഒരു സ്മെല്ലും പിന്നെ ആ ഒരു ബ്രഷ് ക്ലീൻ ചെയ്യാനൊക്കെ ഇത്തിരി പാടല്ലേ. അപ്പം ഞാൻ ഒരുമിച്ചാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഇനി ടെസ്റ്റിമോണിയൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചു തന്നത് എറണാകുളമുള്ള 13 വയസ്സുള്ള ലുലു മോളാണ്. പിസ്തയുടെ ഷെല്ല് വെച്ചിട്ട് നമ്മളൊരു പോപ്പി ഫ്ലവറിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ കോഫി വെച്ചിട്ട് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ നമ്മൾ 1 സ്ട്രോക്ക് പെയിൻറ്റിങ് ഒരു ബ്ലൂ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഉണങ്ങിയ ബനാനൻ്റെ ലീഫ് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവറും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. ലുലു മോൾ നേരത്തെ ഒരുപാട് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായി മഹിമ മധുസൂദൻ അയച്ചു തന്നത് പിസ്തയുടെ ഷെല്ല് ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രോബെറിയുടേത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പീക്കോക്കിൻ്റെ ഫെദർ ഉപയോഗിച്ചിട്ടൊരു ഡ്രീം ക്യാച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പീക്കോക്കിൻ്റെ ഫെദറിന് പകരം നോർമൽ ഫെദേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു എക്സൽ ഉപയോഗിച്ചിട്ടൊരു ബ്ലൂ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായി കണ്ണൂരുള്ള 11 വയസ്സുള്ള ഹിബ അയച്ചു തന്നത് ഡേറ്റ്സിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഹിബ നേരത്തെ ഒരുപാട് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് റുമൈസ് അയച്ചു തന്നത് കോക്കനട്ടിൻ്റെ ഷെല്ല് ഉപയോഗിച്ചുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അടുത്തതായി 8th പഠിക്കുന്ന നാദിയ അയച്ചു തന്നത് മത്തൻകുരു ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ ആർട്ടാണ് ട്രൈ ചെയ്തത്. അടുത്ത പിക്ക് അയച്ചു തന്നത് അങ്കമാലി എലവൂരുള്ള ദേവിക കെ മോഹനാണ്. നമ്മൾ ആ ഒരു മാർബിൾ എഫക്റ്റ് ഉള്ള ഒരു ബോട്ടിലാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. ദേവിക നേരത്തെ ഒരുപാട് പിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇതെൻ്റെ ബ്രദറിൻ്റെ ചാനലാണ്, നിയാസ് തല്ലശ്ശേരി. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവരും ഇതുപോലെ മാക്സിമം എൻ്റെ ബ്രദറിൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനിയും ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്.
അപ്പോൾ വീഡിയോസൊക്കെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.